എന്നത് പ്രിയപ്പെട്ടവരെ, ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട സഹോദരനാണ്. ഒരു വലിയ നിശബ്ദമായ ഒരു പരിപാടി എങ്ങനെ എന്നും നന്ദിപൂർവ്വം ആക്കിയതാണ് അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിൽ പ്രിയപ്പെട്ട DCC ജനറൽ സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷിറാസ് ഖാനാണ്. ഷിറാസ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസംഗം ഒരു കലയാക്കിയാണ് ഷിറാസ് ഖാൻ. ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വെള്ളദേശ അനുചേട്ടനാണ്. അദ്ദേഹം ഒരു സൗമ്യനായ രാഷ്ട്രീയക്കാരനായിരിക്കും. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഈ ഒരു കാര്യം അദ്ദേഹം സൗമ്യനായ രാഷ്ട്രീയക്കാരനായിരിക്കും. അടുത്തതായി നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സാജൻ ചേട്ടനാണ്. ശ്രീ മനോജ് നമ്മുടെ തരണി ടീച്ചറാണ്. പിന്നെ സുധീർ, പിന്നെ ശ്രീ മനേഷ് ജി നായർ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തരണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റജിയുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് തരണി. റജി എങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുട്ടപ്പഞ്ചേട്ട നമ്മൾ കുട്ടപ്പഞ്ചേട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടപ്പഞ്ചേട്ടന്റെ വീട്ടിൽ പോയി ആലോചിക്കണം. അങ്ങനെ കുട്ടപ്പേട്ടനോട് ആലോചിച്ച് കുട്ടപ്പേട്ട പറഞ്ഞ് ശരിയാണ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ആഡംബരമായി തരണിയുടെ ഉദ്ഘാടനം നടത്തി. പക്ഷേ ഉദ്ഘാടനം നടത്തിയപ്പോൾ അണ്ണാനോട് ചോദിച്ചിട്ട് നീ എന്തോന്ന് പഠനത്തിനോട് ഇവിടെ പറയും ഇത്രയും വലിയ രീതിയിൽ സ്കൂൾ ഉണ്ടാക്കി അത് വിജയിക്കുമെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ സത്യമുണ്ട്. ആ തളർന്നുപോയി. കാര്യം കുട്ടികളിൽ ആകെ പ്രശ്നം വരുന്നത്. പക്ഷേ അന്ന് നമുക്ക് മുതൽക്കൂട്ടായി അന്നത്തെ രക്ഷകർത്താക്കൾ അവരെ ഒരിക്കലും മറക്കാം. ചില പേര് കൊണ്ട് യുറീജ, രജിത, നമ്മുടെ KSDയിലെ സന്തോഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മളെ സഹായിച്ച. അവരോടുള്ള നന്ദി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ എനിക്കിപ്പോ ഞാൻ അങ്ങനെ തരണിലധികം വരാറില്ല. പക്ഷെ ഇപ്പോഴുള്ള വേറെ സഹകാരം സപ്പോർട്ട് ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിലായി. അവരുടെ ശക്തിയാണ് തരണിയിൽ നിലനിൽക്കുന്നത്. പിന്നെ എനിക്കങ്ങനെ പ്രസംഗിക്കാൻ ഒരു വശമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോ അരുണാചലൻ, രജി എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനിവിടെ കയറിക്കൊണ്ട് എന്നെ പക്ഷെ തരണിയിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരി ഇവിടെ ഇരുന്നുണ്ട്. ശ്രീ ചിത്രയാണ് ഇത് തരണി നിലനിൽക്കണമെങ്കിൽ അതിന്റെ പൂർണ്ണ ചിത്രയാണ്. പിന്നെ തരണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുമ്പോൾ തരണി 12 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ തരണിയുടെ ഒരു മാസം ആയിക്കൊണ്ടിരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഒരു 300 രൂപയായിരുന്നു. അത് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് 12 വർഷം ആയപ്പോൾ 300 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഡാൻസ് പഠിപ്പിച്ച് അരങ്ങേറ്റമാകുമ്പോൾ പല പാവപ്പെട്ട രക്ഷാകർത്താക്കളും ജീവനും കൊണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അരങ്ങേറ്റത്തിന് വാങ്ങിയത് 1 ലക്ഷം 2 ലക്ഷം ഏറ്റവും കുറഞ്ഞ 50,000 വാങ്ങി. ഞങ്ങളോട് വാങ്ങിക്കണം. എനിക്കോട് എന്റെ കൂടി 15 കൂടെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഇതുവരെ 15 അത് ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു കലാസൃഷ്ടി രാഷ്ട്രീയവും കൂടെ ചേരുമ്പോഴായിരിക്കും ഏറ്റവും മഹത്തായ വിജയങ്ങൾ ഉണ്ടായിരിക്കും. അത് ഉദാഹരണം പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്റർനാഷണൽ കോൺഗ്രസും അനുബന്ധ സംഘടനകൾ നടത്തിയ പാവക്കൂത്ത് അതുപോലുള്ള കലകളൊക്കെ ജനങ്ങളിൽ എത്തിയെന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ ആവിഷ്കാരം ഉള്ളതായിട്ട്. അതുപോലെ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിച്ച KPSCയുടെ നാടകം, അതിനെല്ലാം രാഷ്ട്രീയവും കലയും തമ്മിൽ സത്യസന്ധമായി പെരുമാറിയാൽ അത് വൻ വിജയങ്ങളാവും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നാടകങ്ങളോ അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടികളോ ഒന്നും സത്യസന്ധമല്ല. അവരുടെ ഭാഗം വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അങ്ങനെ ഒട്ടുമുള്ളതല്ല. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കൊന്നുമല്ല. സുസ്മേരവദനായിട്ടുള്ള പ്രിയപ്പെട്ട ഫസിലിക്ക ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവര്, പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ മുമ്പോട്ട് പണി കിട്ടിയതാണ്. പുള്ളി എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, പ്രായം ചോദിക്കും. ബട്ട് ബസ്സിൽ ജോലിക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ചോദിക്കും. കാരണം നിങ്ങളെ പരിപാടി നമ്മൾ നടക്കൂലെന്ന് പറഞ്ഞു. അല്ല സാർ, അപ്പൊ നമുക്കിവിടെ പണി തന്നതാണ്. നിങ്ങളെ പൊടിക്കും നേരത്തെ പറഞ്ഞത്. അപ്പോ 55 വയസ്സാണ്. 30 വയസ്സ് കാലത്തുണ്ടാണ്. സ്ഥിരമായ പുള്ളിയുടെ പരിപാടിയല്ല. ബസ് സ്റ്റാൻഡിലേക്ക് പറയും നിങ്ങളെ പരിപാടി ഞാൻ പഠിക്കുന്നു പറയും. നമ്മൾ ഉടുപ്പൊക്കെ പിടിക്കുമ്പോൾ പുള്ളി പറയും ഈ ഉടുപ്പൊക്കെ എടുത്തിട്ട് നിന്നോ, നിങ്ങൾ നമ്മൾ പരിപാടിക്ക് തരുന്നു. അപ്പൊ അതിനുള്ള പണിയാണെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കാര്യം നിങ്ങൾ അരുണാഥ എന്ന് പറയുന്നെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് കുട്ടപ്പനാണ്. കുട്ടപ്പനെ സംബന്ധിച്ച് കുട്ടപ്പനുമായി ബന്ധം ഞങ്ങളുടെ ഒരു 80-82 കാലത്തേക്ക് ഇരിപ്പുണ്ട്. SS സ്കൂളിന് അന്ന് ഇതുപോലുള്ള ഇപ്പോൾ നിലവിലുള്ള പോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബീഹാർ ജയിലിൻ്റെ പോലെ വലിയ മതിൽക്കെട്ടുകളാണ്. അന്ന് മതിലുകളൊന്നുമില്ല. എല്ലാം തുറന്നിട്ട ഒരു ഭാഗമാണ് സ്കൂളുകളിൽ. ആർക്കും പ്രവേശിക്കാവുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിൻ്റെ ചില ക്ലാസ് റൂമുകളിൽ ബാലയുടെയും നാടകത്തിൻ്റെയും റിഹേഴ്സലുകൾ, ബാലയുടെ റിഹേഴ്സൽ ഉണ്ടാവും, നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടാവും. പിന്നെ മോണാറ്റ്, മിമിക്രി, ഇങ്ങനെ പല രീതിയിലുള്ള കലാരൂപങ്ങളുടെ ഞങ്ങളുടെ തട്ടകം ഈ സ്കൂൾ ക്ലാസ് റൂമുകളായിരുന്നു. അതോടൊപ്പം തന്നെ
അവിടെ തന്നെ വോളിബോൾ കളിക്കുന്ന ഒരു മുതിർന്ന ടീം വോളിബോൾ കളിക്കുന്നുണ്ടാവും. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന മാച്ചുമായി ബന്ധപ്പെട്ട നാടകവും സ്കൂൾ നാടകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ കേസരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അന്ന് ഒരു വലിയ KP സാറാണ് ഇതിന്റെ സംവിധാനവും നടത്തുന്നത്. ഇവിടുന്ന് ഇവർ നടന്നാണ് പോകുന്നത്, വണ്ടിയൊന്നുമില്ല, സൈക്കിളും ഒന്നുമില്ല. നേരെ നടന്ന് നന്ദിയോട് പോയി റിഹേഴ്സൽ ഒക്കെ നടത്തി അവിടെ നിന്ന് പരിശീലനം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും രസം പറഞ്ഞാൽ ഈ പദ്യം ഒക്കെ കാണാൻ പഠിക്കാൻ വലിയൊരു കാര്യമാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ഒരു വലിയ പാട്ട് ഉളവിട പെരുമാളും ചന്തിനാനും കൂട്ടർ. അത് പെരിഞ്ഞമ്മല സ്കൂൾ ഗവൺമെൻറ് UPS വെച്ചാണ് രാത്രി ഒരു 6-7 മണിയാകുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് സലീമിൻ്റെ അനിയൻ നാസർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഒരു പദ്യം പോലും കാണാതെ പഠിക്കാൻ പറ്റാത്ത സമയത്ത് കുട്ടപ്പൻ ഒരു 4 റോളാണ്. കുട്ടപ്പൻ 4 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം. അതിൽ ഒരു ഭാഗം അവതരിക്കുന്നത് സംസ്കൃതമാണ്. കുട്ടപ്പൻ ഇത് മൊത്തം പഠിച്ചു എന്നുള്ളതാണ്. ഈ കഥാപാത്രത്തെ മൊത്തം കുട്ടം ഉൾക്കൊണ്ട് ഒരാൾ 4 കഥാപാത്രം അവതരിപ്പിക്കണം. അത് 4 കുട്ടപ്പൻ ഏറ്റെടുത്ത് അതിൽ ഒരു കഥാപാത്രം പറയുന്നത് സംസ്കൃതമാണ്. അപ്പൊ അത്തരം രീതിയിൽ അന്നേ അദ്ദേഹത്തിന്റെ വാസന അതിനകത്ത് ഓടി. സാംസ്കാരികമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കലാസ്വാദന സാംസ്കാരിക കേന്ദ്രം വരുവാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എല്ലാ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇവിടെ സുനേഹ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ രീതിയിലല്ല അത് കണ്ടത്. നമുക്ക് ഈ പല തുടക്കം മുതലുള്ള ഞങ്ങളൊക്കെ ഞാനും ഷംസുദ്ദീനും ഒക്കെ കുട്ടപ്പനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം ഈ അത്തരത്തിലുള്ള കൂടുതൽ താല്പര്യമുള്ള കുട്ടികളെ കൂടെ ചേർത്ത് നിർത്തി അത് ഏത് രീതിയിലെന്ന് പറയുന്നത് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറണം എന്ന് അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. അല്ല ഞാൻ വലിയവനായി പോയി അല്ലെങ്കിൽ എനിക്ക് സംവിധാനം കിട്ടി സംവിധാനങ്ങളായി എന്നുള്ള രീതിയിൽ മാറി നിൽക്കാതെ അത് നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ ആ പ്രവർത്തനം നടക്കുമ്പോഴും ഈ സ്കൂളിൻ്റെ അദ്ദേഹത്തെ ഇടയ്ക്ക് തന്നെ ഇത് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ പോലും ഇതിനെയൊന്നും ഒഴിച്ചു നിർത്താതെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ കൂട്ടായ്മയ്ക്കും ആ പ്രവർത്തനത്തിനും ഉള്ള എല്ലാവിധ ആശയങ്ങളൊക്കെ വളരെ ദൂഷ്യമായ വശങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ കുട്ടികളെ വീട്ടിൽ മക്കളെ തമ്മിൽ സംസാരിക്കാൻ ഒരു അവസ്ഥ അത് മാറണം. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം കുടുംബ സദസ്യങ്ങളും ഒക്കെ അതിന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ 2 വാക്ക് സംസാരിപ്പിച്ച കഴിഞ്ഞ നമ്മുടെ സമയമാണ്. രാവിലെ മുതൽ വന്നിരിക്കുന്നവരാണ്, ഇതെല്ലാം നമുക്ക് അറിയുന്നവരാണ്. ഇത് തന്നെ പക്ഷെ മുമ്പ് ഒരു വേദിയിൽ പ്രോട്ടോകോൾ പ്രകാരമാണ് എങ്കിൽ ജനപ്രതിനിധിയായിട്ട് ജയനാസിക്കാർ മാത്രമേ ഇവിടെയുള്ളൂ, ബാക്കിയെല്ലാം രാഷ്ട്രീയ പ്രതിനിധികളാണ്. ദയവായിട്ട് ഞാൻ മറ്റേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് 2 വാക്ക്. ഇപ്പോഴും ഒരു കാര്യം പറയാതെ മുന്നോട്ട് മറ്റുള്ളവരുടെ പേരെനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു അവൻ എല്ലാത്തിനും വിശ്വസിക്കുന്നു. എല്ലാവരും ഉപ്പുമുളകും സീരിയലിൽ കാണുന്നവരാണല്ലോ അല്ലേ? ഉപ്പുമുളകും സീരിയലിൻ്റെ സംവിധായകനെ അറിയാമോ? ഒരു പ്രദീപ് മാധവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥ എഴുതി അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കുന്ന ഒരാളാണ് ധരണിയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഞാൻ എപ്പോഴും അവനെ കുടിമണിയാന്നാണ് പറയുന്നത്. കുടിമണി ഒരു വകയും ചെയ്യൂല, ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്ന സമയങ്ങളിൽ നിന്ന്. ധരണിയുടെ പ്രവർത്തകരെ, ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ായി എനിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. കലാരംഗത്തുള്ള ഒരുപാട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത് അവരുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ഫീസ് ഒരിക്കലും അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഫീസിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് അതിനെ ഞാൻ ഈ ധരണിയുടെ എൻ്റെ ജ്യേഷ്ഠനിലൂടെ ഉണ്ട്. ഇവിടെ മാറിയിരിപ്പോട്ട് നമ്മുടെ മേളയുടെ അവസാന ദിവസത്തെ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാന ദിവസത്തെ ഒരു മ്യൂസിക് ഷോ കണ്ടിരുന്നോ? അതിൻ്റെ എല്ലാം ഉപജ്ഞാതാവായിട്ട് ഇവിടെ മിണ്ടാതെ ഇരിക്കുന്നു. വൈബും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ രക്ഷകർത്താക്കളും നാട്ടുകാരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളും ഈ നാട്ടിലുള്ളതുകൊണ്ടാണ്. അവർക്കൊക്കെ ഞാൻ ഒറ്റ വാക്കിൽ
വരയ്ക്കാം ആ കത്തീഡ്രൽ കോളേജിൽ ലഹരിക്കെതിരെ. കലയാണ് ലഹരി, വഴിയാണ് ലഹരി, വായനയാണ് ലഹരി എന്ന് ഓർമ്മിപ്പിച്ചു. കണ്ണുകൾക്ക് ഇമ്പമുള്ള കാഴ്ചയായിരുന്നു ആ വരകൾ. ആ കുഞ്ഞു മിടുക്കരാണ് വേദിയിൽ. ഇവിടെ സാംസ്കാരിക സമ്മേളനമാണ്. യാതൊരു ഔപചാരികതകളും ഇല്ലാതെ സാംസ്കാരിക സമ്മേളനം നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ രണ്ട് വന്ന് പറയുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട്. സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. 2 ചോദ്യങ്ങൾ ഒരു നിമിഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജിടെക്കിന്റെയും സർവീസ് മൊബൈൽസ് തുടക്കം കുറിച്ച് ഓട്ടോക്കാരെ വെച്ചാണ്. സാജേട്ടൻ അറിയാമോ, ഓട്ടോക്കാരെ മോഡലുകളാക്കിക്കൊണ്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ള ഏക സ്ഥാനങ്ങൾ സിയാറിന്റെ കവിതാ മോഡലാണ്. നമ്മുടെ നാട് സുമതി മോഡലിന്റെ പേരിൽ ഏക പ്രസിദ്ധമാണ്. അതിൽ ഡോക്യുമെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചോദ്യം ഇന്നത്തെ ദിവസം തരണിയിലെ 13-ാമത് ജില്ലയിൽ ഉൾപ്പെടെ സഹോദരി കവലയും കവിത സിൽസും ഒക്കെ തരുന്ന സമ്മാനങ്ങൾ ഇതായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ ആരെങ്കിലും ഇത് അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്തോ. ഓക്കെ, സുമതി 23 ശേഷം മെമ്പർ ഷഹനാസ് മെമ്പർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആതുര സേവന രംഗത്ത് ഇത്തിരി വിവരണങ്ങളുടെയും അവരെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സിറ്റി സെന്റർ ബിൽഡിംഗിൽ ഒരുപാട് കള്ളന്മാരിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും വിൽക്കുന്ന സൂപ്പർ ഗോൾഡ് കവറിംഗ് ഒരു സമ്മാനം കൊടുക്കുകയാണ്. കയ്യിൽ വെച്ചിട്ട് എന്തിനമ്മായിരിക്കുന്നു. ശരി, ആ സാധ്യത ഈ സർവീസ് മൊബൈൽസ് ഒന്ന് മേടിച്ചെടുക്കുക. ഓക്കെ, സർവീസ് മൊബൈൽസിന്റെ സമ്മാനം. ഇനി ഒരു ചോദ്യം ഞാൻ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എന്നോടൊപ്പം ശരവൺ ചന്ദ്രയും അവൻ്റെ യൂട്യൂബ് ചാനൽ എന്താ പറയുക പേര്, വിന്റർ ഹെവൻ്റെ പ്രവർത്തകരും ഒക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് റോസ് ഗാർഡൻസ് എന്ന ഒരു സമ്മാനമാണ്. സമ്മാനം കരണീയ